പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്നിരുന്ന ആദ്യ മാതാപിതാക്കള് വീണ്ടും രക്ഷയിലേക്ക് വരുന്ന എങ്ങനെയാന്ന് നോക്കിയേ. അവരുടെ പ്രശ്നത്തിന് അവർ തന്നെ പരിഹാരം കണ്ടെത്തി. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രശ്നത്തിന് അവർ തന്നെ പരിഹാരം കണ്ടെത്തിക്കൊണ്ട് അവർ അത്തിയില കൂട്ടി തുന്നി ഉടുത്തു. അവർക്ക് ലജ്ജ തോന്നി. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ തോന്നി, ലജ്ജ തോന്നി. അത്തിയില അവർ കൂട്ടി തുന്നി കെട്ടി അവർ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു. പക്ഷേ ഈ അത്തിയിലയുടെ പ്രത്യേകത എന്താ? അത് വെയിൽ വന്നാൽ ഉണങ്ങിപ്പോകും, മഴ വന്നാൽ അത് നനഞ്ഞ് കുതിർന്നു പോകും. എവിടെയെങ്കിലും അത്തിയില ഉടുത്ത് ഇരുന്നാൽ കീടങ്ങൾ വന്നത് നശിപ്പിച്ച് കളയും. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? മനുഷ്യൻ തന്നെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് കണ്ടെത്തിയ ആ പരിഹാരം ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം തന്നെ പാപത്തിന് അടിമകളായി തീർന്ന് ലജ്ജ കൊണ്ട് മുഖം താഴ്ത്തിയിരിക്കുന്ന ആദ്യ മാതാപിതാക്കളെ ദൈവം എന്ത് ചെയ്തു? തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി ഉടുപ്പിച്ചു. ഹല്ലേലൂയ. അതെ, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? എന്താ അതിൻ്റെ അർത്ഥം? പാപത്തിൻ്റെ പരിണതഫലമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്നതെങ്കിൽ, ഈ സമൂഹം അനുഭവിക്കുന്നെങ്കിൽ, ആ പ്രശ്നത്തിന് നമുക്കാർക്കും പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. ആർക്കേ പറ്റുള്ളൂ? ഈശോയ്ക്കേ പറ്റുള്ളൂ. അതിനുള്ള പരിഹാരം, നമ്മൾ ചെയ്ത പാപത്തിൻ്റെയും തിന്മയുടെയും പരിണത ഫലത്തിനുള്ള പരിഹാരം, ആ ശിക്ഷ, നമുക്ക് ലഭിക്കേണ്ട ശിക്ഷ, അതിനുള്ള ശിക്ഷ മുഴുവൻ ഈശോ ഏറ്റെടുത്തു. അതിനുള്ള പരിഹാര ബലി, നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര ബലി എന്ന് പറയുന്നത് കാൽവരിയിലെ ക്രിസ്തുവിൻ്റെ ബലിയാണ്. ഹല്ലേലൂയ.